വെൽക്കം ബാക്ക് ടു റിലയൻസ് ഫാമിലി. നമ്മൾക്ക് ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പായിട്ടാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. അതിന് വേണ്ട ഐറ്റംസ് എല്ലാം നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്കിനി സൂപ്പിൻ്റെ ഓപ്പറേഷനിലേക്ക് പോകാം. അതിനായി നമുക്ക് ആദ്യം ഒരു പാൻ എടുത്ത് വെക്കാം. പാൻ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും. പാനിലുള്ള എണ്ണയും നെയ്യും ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. ഈ സവാള ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുനുകുനാന്ന് അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി നല്ലവണ്ണം വഴന്ന് വന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മുരിങ്ങയിലയുടെ ഗുണം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പ്രഷറിന് ഏറ്റവും അത്യുത്തമമായ ഒരു ഐറ്റമാണ് മുരിങ്ങയില. മുരിങ്ങയില വെറുതെ വെള്ളത്തിട്ട് തിളപ്പിച്ച് കുടിച്ചാലും പ്രഷർ കുറഞ്ഞു കിട്ടും. ഇപ്പം മുരിങ്ങയില നല്ലതുപോലെ വാടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതിലേക്ക് കൂണിൻ്റെ സൂപ്പ് പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ എണ്ണയിലും നെയ്യിലും ഈ കൂൺ പൗഡർ ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു ബൗൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്കത് ചൂടുവെള്ളമോ തണുത്ത വെള്ളമോ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സൂപ്പിൻ്റെ മിക്സ് ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്കിനി ഒരു ബൗളിലെടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഈ കോൺഫ്ലവറിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. നമ്മുടെ ഈ കോൺഫ്ലവറിൻ്റെ മിക്സിലേക്ക് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ സൂപ്പിൻ്റെ വെള്ളമെല്ലാം ഒന്ന് തിളച്ച് ഒന്ന് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി എടുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. കാര്യം കോൺഫ്ലവർ ചേർത്തുകൊണ്ട് പെട്ടെന്ന് കട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഈ സൂപ്പ് എന്ന് പറഞ്ഞാൽ ലൂസായിട്ടുള്ള ഒരു കണ്ടൻ്റ് അല്ല, ഇച്ചിരി ക്രീമി ആയിട്ടുള്ള രീതിയിലുള്ളതാണ്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ അങ്ങനെ സൂപ്പ് ഓൾമോസ്റ്റ് നമുക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ക്രീമി സ്ട്രക്ചറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി സൂപ്പ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അത് അടിപൊളിയായിട്ടുള്ള ക്രീമി സ്ട്രക്ചറായിട്ട് ഒഴുകുന്ന കാണുമ്പോൾ തന്നെ കൊതി വരുന്നു. ഇതെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഈ ഹെൽത്തി ആയിട്ടുള്ള സൂപ്പ് വൈകുന്നേരങ്ങളിലും കഴിക്കാവുന്നതാണ്. അതേപോലെ നമുക്ക് ഡിന്നറിന് പകരം നമുക്ക് ഉപയോഗിക്കുന്നതാണ്. ഇമ്മ്യൂണിറ്റി കൂട്ടാനും ന്യൂട്രീഷനും കാൽഷ്യവും എല്ലാം അടങ്ങിയ ഒരു ഹെൽത്തി സൂപ്പാണിത്. അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് പിന്നീട് കാണാം. താങ്ക് യു.